ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ഷോർട്ട് വ്ളോഗാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തൊരു ജോയ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഒരു പ്ലേ ഏരിയ ഉണ്ട്. 25 രൂപ അവിടെ ടിക്കറ്റിന് വരുന്നുള്ളൂ. ചെറിയവർക്കും വലിയവർക്കും 25 രൂപ തന്നെയാണ്. അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ. നമുക്ക് മാക്സിമം 25 രൂപയ്ക്ക് മാക്സിമം നമ്മളവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ അവിടെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസാണ് അത് അവിടുത്തെ ആ ചേട്ടൻ തന്നെയാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഫിഷ് സ്പാ ഉണ്ട്. ഇതൊരു നാച്ചുറലാണ്. അവിടെ തന്നെ ഒരു ചെറിയൊരു അവർ തന്നെ ഉണ്ടാക്കിയ ചെറിയൊരു ബാത്ത് ടബൊന്നുമല്ല, ചെറിയൊരു ഏരിയയാണ്. അതിൽ കുറേ മീനൊന്നുമില്ല, കുറച്ച് മീൻ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ 4 മണിക്കാണ് ഓപ്പൺ ആവുക. ആ ഓപ്പൺ ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ എത്തി കാരണം അതിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളാണ് അവിടുത്തെ അന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ നമ്മളായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റി, അത്ര തിരക്കിലേക്ക് ആവാത്തതുകൊണ്ട് തന്നെ. ഈ സ്ലൈഡ് ആക്ച്വലി വലിയ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അഫുണ്ടോ അത് കണ്ടിട്ട് ഒതുങ്ങിയിരിക്കണം. പിന്നെ അഫും അതുമ്പോൾ കയറി. പിന്നെ ഞാനും അതിൻ്റെ ഒപ്പം തന്നെ കയറി കേട്ടോ. ശരിക്കും ഇതിൽ വലിയ ആൾക്കാർക്ക് വരിട്ടാം, ചെറിയ സ്ലൈഡല്ല, വലിയ സ്ലൈഡാണ്, വലിയ ആൾക്കാർക്ക് വരിട്ടാൻ പറ്റുന്ന സ്ലൈഡാണ്. അപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും കൂടി അമ്മ കയറിയിട്ടുണ്ട്. ഞാൻ അഫുവിനെ മടിയിലിരുത്താന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ ഒപ്പം കയറിയത് കേട്ടോ. ഞാനെന്നാൽ മടിയിലിരുത്താന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കണില്ല. പിന്നെ ഉമ്മ താഴത്ത് നിന്നു. ആ ചേട്ടനും പറഞ്ഞവർക്ക് പോരെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ താഴത്തെത്തി. അപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ അല്ലൂസും ഉണ്ണിമോളും കുഞ്ഞോളും അച്ചുടനൊക്കെ നല്ല സ്മാർട്ടായിട്ട് തന്നെ കയറി. അവിടെ പിന്നെ സ്ലൈഡ് മാത്രമല്ല കേട്ടോ, ഈ കുട്ടികളവിടെ ഈ ഊഞ്ഞാലാടുക, അവിടെ വണ്ടി ഓടിക്കുക, അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് വലിയവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റിങ് എറിയണതുണ്ടായിരുന്നു, അതേപോലെ സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ലുഡോ ഉണ്ടായിരുന്നു. അതൊന്നും ചെറുതല്ല, ഒരു വലിയതാണ്. ഞാൻ കാണിച്ചു തരാം വരുന്നത് ക്ലിപ്സിൽ, അതൊക്കെയുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന അമ്പും വില്ലല്ലേ, നമ്മളെ അമ്പ് ചെയ്യണതുണ്ടായിരുന്നു. അത് നമുക്ക് മറ്റേ ഒരു അവിടെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു പർപ്പസ് കണ്ടിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനമായിരുന്നു കേട്ടോ. നല്ല ടഫായിരുന്നു, നല്ല ശക്തിയുള്ളവരെ ശരിക്കും വലിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ അവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ടായിരുന്നു. ബാസ്ക്കറ്റ് ബോൾ പക്ഷെ നമുക്ക് കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ, കാരണം അത് വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സ്നേക്ക് ആൻഡ് ലാഡർ, അതിൻ്റെ ബോക്സ് ഇരിക്കണം. അതേപോലെ ലുഡോ 4 പേർക്ക് അവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ആരോ അമ്പ് എറിയുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് അവിടെ ആ ഒരു മാഗ്നറ്റാണ് അതിൻ്റെ എൻഡിൽ. അപ്പോൾ അതങ്ങനെ മാഗ്നറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ നമ്മൾ ബാസ്ക്കറ്റ് ബോളിലേക്ക് കിടന്നു. അടുത്തത് ബാസ്ക്കറ്റ്, പക്ഷെ അതെനിക്കൊന്നും അങ്ങനെ അധികം ആദ്യം വീണിട്ടില്ല. അത് 2-3 ബോൾ അതിനുള്ളിട്ട് വീണിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബാസ്ക്കറ്റ് ബോളിന് കുറച്ച് കാലം പോയിരുന്നു. കണ്ടിന്യൂ ചെയ്തില്ല, കുറച്ച് നാൾ പോയിട്ടുണ്ടായിരുന്നു. ഒരു 1-2 മാസമൊക്കെ ആ ബേസ് മാത്രം പഠിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ സ്കൂൾ ടൈമിൽ അങ്ങനെ ബാസ്ക്കറ്റ് ബോൾ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അപ്പത്തിന് വൈകിട്ട് നേരം ആയി തുടങ്ങിയിട്ടോ.
അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ വലിയ സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടത്. അപ്പോൾ ഇവർക്ക് അത് ഇരുട്ടണമെന്ന്. അപ്പോൾ അഫൂനൊന്നും അത് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അഫൂനെ അവിടെ ഒരു വണ്ടി ഇരുത്തിയിട്ട് ആ വണ്ടി ഇങ്ങോട്ട് കൂടെ ഇങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടോ. അത്യാവശ്യം സ്പീഡിലാക്കി. പിന്നെ നമ്മളിവിടുന്ന് പോകാമെന്നുള്ള രീതിയിലായപ്പോൾ ലാസ്റ്റ് റൗണ്ട് നമ്മൾ വീണ്ടും കുട്ടികളെ കൊണ്ട് വണ്ടിയുമ്പോൾ കയറാൻ തന്നെ പോന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീമിന് 10 രൂപ ഉള്ളൂ കേട്ടോ. കോണിന് 2 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്. ഇത് ഇവർ തന്നെ ഇവരുടെ ഒരു വീടിൻ്റെ താഴത്തായിട്ട് ആണ് ഇവരിത് ഉണ്ടാക്കിയിരുന്നത്. വീട് പില്ലർമ കയറ്റിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് അവരെ പറമ്പും ഇതും കൂടിയിട്ട് മാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇത്. ഇനി നമുക്ക് അഫുവിൻ്റെ ഒരു പാട്ടോടുകൂടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Hajara